ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു അഗസ്തി ചീരയുടെ ഇല വെച്ചുള്ളൊരു തോരൻ്റെ റെസിപ്പി ആണ്. അപ്പം അഗസ്തി ചീര രണ്ട് തരത്തിലുണ്ട്, ഒന്ന് വയലറ്റ് പൂവും ഒന്ന് വെള്ളപ്പൂവും ഉണ്ട്. അപ്പോൾ ഇതിൽ എനിക്കിപ്പം കിട്ടിയിരിക്കുന്നത് വെള്ളപ്പൂവിൻ്റെ ഇലയാണ്. ഈ പൂവും നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷ്യയോഗ്യമായ ഒരു പൂവാണ്. അപ്പം തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്ന് നമുക്കൊന്ന് മൂപ്പിച്ച് എടുക്കാം. തോരൻ്റെ കൂടെ ഇടയ്ക്ക് കടിക്കാനൊക്കെ നല്ലതല്ലേ. കൂടെ തന്നെ 3 വറ്റൽ മുളക് കൂടി ഞാനൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 തണ്ട് കരിയാപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടെങ്കിൽ ചേർക്കണ്ട. നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായതുകൊണ്ടും നമ്മുടെ ഹെൽത്തിന് നല്ലതായതുകൊണ്ട് ഞാനത് 2 തണ്ട് ചേർത്തു എന്നേ ഉള്ളൂ. അതും കൂടെ ഒന്ന് മൂപ്പിച്ച് എടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇല കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റി എടുക്കാം. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ല ഒരു തോരൻ്റെ റെസിപ്പി ആണ് കൂട്ടുകാരെ. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇല വർഗ്ഗമാണ്. അപ്പോൾ അത് അടച്ചു വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. കൂടെ തന്നെ നമുക്ക് അതിനാവശ്യമായ ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേവുമ്പോഴത്തേക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, 8-10 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, 5-6 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് കരിയാപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി ചതച്ച് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ചതച്ചെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ തോരനൊക്കെ ഇലയൊക്കെ ഒരുവിധം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ അരപ്പ് കൂടി തട്ടിയിട്ട് കൊടുക്കാം. കൂടെ തന്നെ അതിൻ്റെ കൂടെ വെള്ളം, ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ആവിയിലാണ് വേവേണ്ടത്, അപ്പോഴാണ് ടേസ്റ്റ്. എന്നിട്ട് ഇത് നമുക്ക് ചുവന ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇത് നമ്മുടെ ഹെൽത്തിനൊക്കെ നമുക്ക് കാൽസ്യം ഉണ്ടാവാനൊക്കെ നല്ലതാണ്. അതുപോലെ എല്ലുകളുടെ ബലത്തിനും നമുക്ക് ബ്ലഡ് ഉണ്ടാവാൻ, ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാനൊക്കെ ഒത്തിരിയേറെ ഗുണങ്ങളുള്ള ഒരു ഇല വർഗ്ഗമാണിത്. അതുപോലെ ഉള്ളയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, തൈറോയ്ഡ് രോഗമുള്ളവരൊക്കെ ഈ ഇലയുടെ തോരൻ കഴിക്കുന്നതൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് ആയുർവേദത്തിൽ. അപ്പം അതുകൊണ്ട് ഈ ഇലവർഗ്ഗം കഴിക്കുന്നത് ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. അപ്പം കൂട്ടുകാർക്കൊക്കെ ഈ ഇല കിട്ടുകയാണെങ്കിൽ തോരനൊക്കെ വെച്ച് കഴിക്കണം. ഭക്ഷ്യയോഗ്യമാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് അടച്ചു വെച്ച് ആവി കയറ്റി ഇപ്പോൾ തോരനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അവസാനം അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം കേട്ടോ. അപ്പം ആ വെളിച്ചെണ്ണ ഒഴിക്കുന്ന ആ ക്ലിപ്പ് എൻ്റെ അങ്ങ് വിട്ടുപോയി കൂട്ടുകാരെ, അതുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത്. അത് എടുക്കാൻ മറന്നുപോയി. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ അടിയിൽ ഒരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും, അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.